യുണൈറ്റഡിൽ കാലാകാലങ്ങളായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന കാര്യത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. നമ്മൾ കുറേ പ്ലെയേഴ്സിൻ്റെ പേര് ഇങ്ങനെ പല പല റിപ്പോർട്ടേഴ്സ് വഴി പുറത്തേക്ക് വിടും, ഫാൻസിൻ്റെ അടുത്തോട്ട് വിടും. അതിൽ ആ ഒരു പേരുകളിൽ ഫാൻസിനെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാൻസിനെ എത്രയും എക്സൈറ്റഡ് ആക്കി മാറ്റുന്ന പേരേതാണെന്ന് സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തും. എന്നിട്ട് ആ പ്ലെയറിനെ സൈൻ ചെയ്യാനാണ് സാധാരണ യുണൈറ്റഡ് ശ്രമിക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ്സ് ആന്ദ്രെ സാൻഡോസ് ആയാലും യൂറി ടെലിമെൻസിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചാലും എനിക്ക് മനസ്സിലാകുന്ന ഒരു ചിന്താഗതിയിലുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിലുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇന്ന പ്ലെയറിനെ സൈൻ ചെയ്യണമെന്ന് ബഹളം വെച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അവർക്ക് അവരുടേതായ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം അതിനെ മീറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ മാത്രമേ സൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ, സാലറിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ കാരിക്കിൻ്റെ സിസ്റ്റത്തിന് പറ്റുന്ന പ്ലെയർ ആണോ, ഡേറ്റ ഒക്കെ വെച്ച് നോക്കുക. അപ്പം അങ്ങനത്തെ അത് മാത്രമല്ല, യുണൈറ്റഡിൽ കളിക്കാൻ ഉള്ള അവരുടെ ആ ഒരു താല്പര്യം, ഇങ്ങനത്തെ പല ഘടകങ്ങളെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് സൈനിങ്സ് നടത്തുന്നത്. അത് മാത്രമല്ല, ഈ സൈനിങ്സുകളുടെ ഒന്നും കാര്യത്തിൽ ഒരു മനുഷ്യന് ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. ഒരു ലിങ്ക് നമ്മളുമായിട്ട് പുറത്ത് വരുന്നു മണിക്കൂറുകൾക്കകം ആ ഒരു സൈനിങ് കൺഫേം ആകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻ്റ് നടത്തുന്നുണ്ട് ആ ഒരു ക്ലബ്ബുമായിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് റയൽ മാഡ്രിഡൊക്കെ നടത്തുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു മനുഷ്യനും യാതൊരു ക്ലൂവും ഇല്ലാത്ത രീതിയിൽ അവനവൻ്റെ ഫിലോസഫി ഫോളോ ചെയ്തുകൊണ്ട് ബാഹ്യമായ ഒച്ചപ്പാടുകളെ ഒന്നും വക വയ്ക്കാതാണ് യുണൈറ്റഡ് സൈനിങ്സ് ഒന്നിന് പുറകെ ഒന്നായിട്ട് നടത്തുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു യൂറി ടെലിമെൻസിൻ്റെ സൈനിങ്, ആന്ദ്രെ സാൻഡോസിൻ്റെ സൈനിങ്, ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ എനിക്കിപ്പം യൂറി ടെലിമെൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറി ടെലിമെൻസ് എന്ന് പറയുന്ന പ്ലെയർ നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡിൽ കോബി മെയിനുവായിട്ട് ആ ഒരു ഫസ്റ്റ് ടീമിൽ സ്പോട്ടിന് വേണ്ടി മത്സരിക്കാൻ പോകുന്ന പ്ലെയറാണ്. അതല്ലാതെ കോബി മെനുവിൻ്റെ ഒരു അണ്ടർസ്റ്റഡിയാണ് യൂറി ടെലിമാൻസ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 29 വയസ്സിൽ ഈ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയർ, അതുമാത്രമല്ല പുള്ളിയുടെ പീക്കിൽ കളിക്കുന്ന ഒരു പ്ലെയർ, ഒരിക്കലും ഒരു അണ്ടർസ്റ്റഡി ആയിട്ടല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആര് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നു, ആര് ടീമിന് ഗുണം ബെറ്റർ അല്ലെങ്കിൽ കൂടുതൽ ഗുണം ആരെ കൊണ്ടാണെന്ന് നോക്കിയിട്ട് അവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കോബി മെനു ഒരു പ്രോപ്പർ കോമ്പറ്റീഷനാണ്. മിക്കവാറും ചിലപ്പോഴാണെങ്കിൽ കോബി മെനുവിനെ ബെഞ്ച് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് യൂറി ടെലിമാൻസ്. എനിക്ക് ഈ രണ്ട് പ്ലെയറിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും വിത്ത് ദ ബോൾ എബിലിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പ്യൂർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ കോബി മെനു വളരെ പുറകിലാണ് ഈ ഒരു യൂറി ടെലിമെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അത്രയ്ക്കും റേഞ്ച് ഓഫ് പാസിങ് പുള്ളിക്ക്, ആ ഒരു റേഞ്ച് ഓഫ് പാസിങ്ങിൻ്റെ ആ ഒരു ഭണ്ഡാരമാണ് ശരിക്കും യൂറി ടെലിമെൻസിൻ്റെ കയ്യിലുള്ള. അതുകൊണ്ട് തന്നെ ഫൈനൽ തേർഡിൽ ആ ഒരു റണ്ണേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന പാസുകൾ, അതുപോലെ തന്നെ ഗെയിമിൻ്റെ ആ ഒരു ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന തരം സ്വിച്ചുകൾ, അപ്പോൾ ആ രീതിയിൽ ക്രിയേറ്റീവ്ലി എപ്പോഴും ഈ ഒരു യൂറി ടെലിമെൻസ് നമ്മുടെ മിഡ്ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസിന് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോബി മെനുവിൻ്റെ കാര്യം പരുങ്ങലിലാണ്. ഇങ്ങനത്തെ ഒരു മിഡ്ഫീൽഡർ അവിടെ വരുമ്പോൾ, അത് മാത്രമല്ല ഫിസിക്കലി ആണെങ്കിലും കോബി മെനുവിനേക്കാളും ആ ഒരു ഫിസിക്കാലിറ്റിയെ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ, അല്ലെങ്കിൽ ഓഫ് ദ ബോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, ഈ ഒരു യൂറി ടെലിമെൻസ്. അപ്പം ഇങ്ങനത്തെ കോമ്പറ്റീഷൻ വരുമ്പം സ്വാഭാവികമായിട്ടും കോബി മെനുവിൻ്റെ ആ ഒരു ഗെയിം കുറേം കൂടെ എലിവേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടീമിനെ ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഇതൊരു അണ്ടർസ്റ്റഡി ആയിട്ടാണ്. എന്താണെങ്കിലും വൻ കോമ്പറ്റീഷനാണ് കോബി മെനുവിന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആന്ദ്രെ സാൻഡോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ആന്ദ്രെ സാൻഡോസിനെ ഒരു നമ്പർ 6 ആയിട്ട്, യൂറി ടെലിമെൻസിൻ്റെ സൈനിങ് കാണുമ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ദ്രെ സാൻഡോസിനെ കുറേ കൂടി ഒരു നമ്പർ 6 ആയിട്ട് യൂസ് ചെയ്യാനാണ് സാധ്യത. അപ്പം നമ്മുടെ ഈ ഒരു മിഡ്ഫീൽഡിൽ കൂടുതലും നമ്പർ 8, നമ്പർ 6 ഈ രണ്ട് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന യൂറി ടെലിമെൻസിനെയും ആന്ദ്രെ സാൻഡോസിനെയും നമ്മൾ സൈൻ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡിൽ വേണ്ടത്, മിഡ്ഫീൽഡിൽ ഇല്ലാത്ത ഒരു പ്രൊഫൈലാണ്. കുറേം കൂടെ ഓഫ് ദ ബോൾ കുറേം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ, ഒരു പ്യുവർ ഡിസ്റപ്റ്റർ, അല്ലെങ്കിൽ
കൗണ്ടർ അറ്റാക്കിംഗ് ത്രെട്ടുകളെ നമ്മുടെ മിഡ്ഫീൽഡ് നേരിടേണ്ടി വരുമ്പോഴത്തേനും അപ്പോൾ ആ ഒരു റിക്കവറി റണ്ണൊക്കെ നടത്തി പോയി ബോൾ വിൻ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ഡിഫൻസിന് മുന്നിലത്തെ ആ ഒരു സ്പേസ് കവർ ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓഫ് ദ ബോൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസ്റപ്റ്ററെയാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ആന്ദ്രേ സാന്റോസ് അങ്ങനത്തെ ഒരു നമ്പർ 6 അല്ല. ഇപ്പോൾ ഈ ഒരു ഡെക്ലാൻ റൈസിനെയൊക്കെ പോലെ റണ്ണേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന ആ ഒരു റണ്ണേഴ്സിനെ ചേസ് ചെയ്ത് പോയി ബോൾ വിൻ ചെയ്യുന്ന തരം ഒരു മിഡ്ഫീൽഡർ അല്ല ആന്ദ്രേ സാന്റോസ് കുറേ കൂടി ഒരു ഗെയിം റീഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ച് പുള്ളിക്ക് ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് പാസിനെ കറക്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ മുളയിലെ നുള്ളാൻ ആ ഒരു അറ്റാക്കിനെ മുളയിലെ നുള്ളാനുള്ള ഒരു ശ്രമമാണ് കൂടുതലും ആന്ദ്രേ സാന്റോസ് നടത്തുന്നത്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഗെയിം റീഡ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റി വെച്ചുകൊണ്ട് ഈവൻ പുള്ളിക്ക് ആ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇൻ്റർസെപ്ഷൻ നടന്നില്ലല്ലോ, ആ ഒരു പാസിൻ്റെ ഇൻ്റർസെപ്ഷൻ നടന്നില്ലേ പോലും റണ്ണറിനെ ചെറിയ ഡിസ്റ്റൻസിൽ പെട്ടെന്നുള്ള ആ ഒരു ക്വിക്ക് ആക്സലറേഷൻ ചെറിയ ഡിസ്റ്റൻസ് പെട്ടെന്ന് കവർ ചെയ്യാനുള്ള ആ ഒരു ആന്ദ്രേ സാന്റോസിൻ്റെ എബിലിറ്റി വെച്ചുകൊണ്ട് അങ്ങനത്തെ സ്മോൾ റൺസ് നടത്തി ബോൾ വിൻ ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ് ശരിക്കും ബോൾ വിന്നിങ്ങും ഇൻ്റർസെപ്ഷൻസും ഒക്കെ ആന്ദ്രേ സാന്റോസിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ലോങ് റൺ അല്ലെങ്കിൽ ഒരു സ്പേസ് ഈറ്റർ അങ്ങനത്തെ ഒരു പ്യോർ ഡിസ്റപ്റ്റർ ഫിസിക്കൽ പ്രസൻസ് അത് ഒരിക്കലും ആന്ദ്രേ സാന്റോസ് അല്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ അങ്ങനെ ആയി മാറിയേക്കാം. പക്ഷേ ഇപ്പോൾ ഒരു 21 വയസ്സുള്ള ഈ ഒരു മിഡ്ഫീൽഡർ ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു ഗെയിം വെച്ചിട്ട് പുള്ളിയുടെ പ്രൊഫൈൽ അതല്ല. അപ്പം നമുക്കൊരു ബലേബ അല്ലെങ്കിൽ മനു കോണെ പോണക്കത്തെ മിഡ്ഫീൽഡറിനെ വേണം. മനു കോണയുടെ കാര്യം പറയുമ്പോഴത്തേനും ഭയങ്കര ഇഞ്ചുറി പ്രോണാണ്. ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ മനു കോണയ്ക്കുണ്ട്. 2021-22 സീസണിൽ മൊൻചൻ ഗ്ലാൻ ബ്ലാച്ചിൽ ഏകദേശം 2 മാസത്തിന് മുകളിൽ, അതുപോലെ തന്നെ 2022-23 സീസണിൽ 2 മാസം പുള്ളിയുടെ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി അതേപോലെ തന്നെ മസിൽ ഇഞ്ചുറികളൊക്കെ വെച്ചുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി മസിൽ ഇഷ്യൂസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മനുഷ്യന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ AS റോമയിൽ കളിക്കുമ്പോൾ തന്നെ 75 ദിവസമാണ് പുള്ളി പുറത്തിരുന്നത്. ഏകദേശം 13 മത്സരങ്ങൾ മിസ് ചെയ്തു. അപ്പോൾ ഇഞ്ചുറി, അതും ഒരേ ഇഞ്ചുറി പലപ്പോഴായിട്ട് വരുന്ന ഒരു പ്രശ്നം മനു കോണയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ചുകൂടെ ഒരു 50 മില്യനുള്ളിലൊക്കെ ആ ഒരു മനുഷ്യനെ കിട്ടുമെന്ന് പറയപ്പെടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം യുണൈറ്റഡിൻ്റെ ആ ഒരു റിക്രൂട്ടിംഗ് ടീം അവർ ഈ മെഡിക്കൽ കാര്യങ്ങളിലും ബാക്കി ഡേറ്റയുടെ കാര്യത്തിലൊക്കെ കൺസേൺഡ് ആണ്, നമ്മളെക്കാളും കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ആ ഒരു മണുക്കോണെ സൈൻ ചെയ്യാൻ അവർ തീരുമാനിച്ചാൽ അവരെന്തെങ്കിലും കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് ഇവരുടെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സൈനിങ്സിനെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ഇടണം.